ഓഫ് കോഴ്സ് ഇപ്പോൾ ഫേസ് 360 നെക്സ്റ്റ് ലെവലിലേക്കുള്ള ഒരു മൂവ്മെന്റ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് അവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് ഒരു മേജർ ഏരിയ തന്നെയാണ്. ഇപ്പൊ എല്ലാവരും സംബന്ധിച്ചും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് തിങ്ക് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു അപ്രോച്ച് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് മൂവ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ലൈക്ക് വി ഫൈൻഡ് ദ പീപ്പിൾ. ഒന്ന് മേജർ റീസൺ നമ്മുടെ ആൾക്കാർക്ക് വേണ്ട ആളുകളാണോ എന്നുള്ളത് നോക്കി കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ അവതരിപ്പിക്കുക. അവിടെ നമ്മള് മോർ ദാൻ എവിടെയെങ്കിലും ഒരാൾ കൺവിൻസ് ചെയ്യുന്നതിനേക്കടപ്പുറം നമുക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളെ കോൺസെപ്റ്റ് അത് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ they are ready to invest in you. അപ്പൊ അയാൾക്ക് മനസ്സിലാവാത്തടത്തോളം കാലം ഇൻവെസ്റ്റ് ചെയ്യില്ല. അതാണ് ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുന്ന സംഗതി. ഏതൊരു പ്രൊജക്ട് ആയാലും why is highlight able to do all these things? Because they കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആളുകളെ, അവർക്കത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്, അവർക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യും. സിമിലർലി നമ്മുടെ കൺസെപ്റ്റ് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ they are ready to invest in us. ആണ് അവിടെ. ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യാറ്? അങ്ങനെ എന്തെങ്കിലും ഒരു നാഷണൽ ലെവൽ, ഇന്റർനാഷണൽ ലെവൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു CII അതുപോലെ തന്നെ സൗദി ഇൻവെസ്റ്റ്മെന്റ് പ്ലാനായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് അവിടെ പോവാനും വി ഹാഡ് എന്താ പറയാ അവിടുത്തെ മിനിസ്റ്ററായിട്ട് ഒരു മീറ്റിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ വി വർ ഏബിൾ ടു കൺവിൻസ് ഹിം. ലൈക്ക് പുള്ളിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു വാട്ട് വി ആർ ട്രൈങ് ടു ഡു, ഈ ഹെൽത്ത് കെയർ സിസ്റ്റം എങ്ങനെയാണ് ഞങ്ങൾ സൗദിയിൽ യൂസ്ഫുൾ ആക്കാൻ പോകുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. ഹി വാസ് കൈൻഡ് ഓഫ് കൺവിൻസ്ഡ്. അപ്പൊ നമുക്കൊരു മീറ്റിംഗ് തന്നു, നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.